എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കിഴങ്ങുകറിയാണ്. അതിനായി ഒരു പാൻ ചൂടാക്കി ചെറിയ തീയിൽ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി മാറ്റിവെക്കണം. അതേ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 മിനിറ്റോളം ചെറിയ തീയിൽ മൂപ്പിച്ച് മാറ്റിവെക്കണം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും 15 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ പൊടിയായി അരിഞ്ഞ 2 സവാള ചേർത്ത് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും വഴറ്റുക. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ചു വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി തക്കാളിക്കയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിക്ക ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചതച്ച പെരുംജീരകവും ചേർത്ത് കൊടുക്കണം. ഈ സമയം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി 2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലൊന്ന് തിളച്ചു വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ മൂടിവെച്ചൊന്ന് വേവിക്കാം. വേണമെങ്കിൽ ഈ സമയം ഇത് ഒരു കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. പാനിലാണ് വേവിക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റായി. കിഴങ്ങെല്ലാം നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 1/2 കപ്പ് തേങ്ങയുടെ 1ാം പാലും നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന കസ്തൂരി മേത്തി പൊടിച്ചതും കുറച്ച് മല്ലിയിലയുമിട്ട് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്യാം. കടുക് താളിച്ച് ചേർക്കാനായി 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വറന്നു വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടിവെക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഇളക്കിയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ കിഴങ്ങുകറി റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.